ഹായ്, ഞാൻ സുബിൻ VR. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താലുള്ള ഗുണങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് വിട്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പെനാൽറ്റികളാണ്, എന്തൊക്കെ പിഴകളാണ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരിക, ഈ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പിരമിൾ ഫിനാൻസിൻ്റെ ബ്ലോഗുകളിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് കാണാനായിട്ട് ശ്രമിക്കുക. അതുമാത്രമല്ല, നിങ്ങളുടെ ഫിനാൻഷ്യൽ നീഡ്സ് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സിനെ കുറിച്ച് വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, അവോയ്ഡിങ് പെനാൽറ്റീസ്. നിങ്ങൾ കൃത്യസമയത്ത് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പെനാൽറ്റികൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. കൃത്യസമയത്ത് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പെനാൽറ്റികൾ, നോൺ കംപ്ലയൻസ് ചാർജസ്, ലേറ്റ് ഫീ, ലീഗൽ കോൺസിക്വൻസസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, പ്രൂഫ് ഓഫ് ഇൻകം. നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻകത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഒരു പ്രൂഫാണ് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇത് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് നിങ്ങളൊരു ലോൺ എടുക്കുകയാണെന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ കോപ്പി തന്നെ പലപ്പോഴും സഫീഷ്യൻ്റ് ആണ്. ഇത് മാത്രമല്ല, മറ്റ് പല കാര്യങ്ങൾക്കും, ഉദാഹരണത്തിന് നിങ്ങളുടെ വിസ പ്രോസസ്സിംഗ്, നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുകയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇൻകം പ്രൂഫ് അത്യാവശ്യമായിട്ട് വരും. അവിടെയൊക്കെ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത അക്നോളജ്മെൻറ്റ് ഒരു പ്രൂഫ് ഓഫ് ഇൻകം ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ഈസി അവൈലബിലിറ്റി ഓഫ് ലോൺസ്. നിങ്ങൾ ഏതൊരു ലോണിന് പോവുകയാണെന്നുണ്ടെങ്കിലും, ഉദാഹരണത്തിന് ഹൗസിംഗ് ലോൺ ആവട്ടെ, പേഴ്സണൽ ലോൺ ആവട്ടെ, ബിസിനസ് ലോൺ ആവട്ടെ, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത എക്നോളജ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത റെക്കോർഡ്സ് പലപ്പോഴും മാൻഡേറ്ററി ആണ്. അതുമാത്രമല്ല, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ലോൺ ലഭിക്കാനും സാധ്യതയുണ്ട്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താലുള്ള അടുത്ത ഒരു ബെനിഫിറ്റ് വരുന്നത് ഇറ്റ് ഈസ് കംപ്ലയൻസ് വിത്ത് ലോ. പല ആളുകളുടെയും ഒരു തെറ്റിദ്ധാരണയുള്ളത്, പലരുടെയും TDS എംപ്ലോയർ പിടിച്ചിട്ടുണ്ടായിരിക്കാം. ഉദാഹരണത്തിന് 8 ലക്ഷം രൂപ വരുമാനമുള്ള ഒരു സാലറീഡ് ആയിട്ടുള്ള ഒരാളുടെ TDS ചിലപ്പോൾ എംപ്ലോയർ പിടിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അദ്ദേഹം കരുതുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട എന്നാണ്. കാരണം ഓൾമോസ്റ്റ് എല്ലാ ടാക്സ് ലയബിലിറ്റിയും അദ്ദേഹം അടച്ചിട്ടുണ്ട്, TDSൻ്റെ രൂപത്തിൽ അടച്ചിട്ടുണ്ട്. പക്ഷേ അത് ശരിയല്ല. നിങ്ങൾക്ക് 2.5 ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങൾക്ക് ടാക്സബിൾ ഇൻകം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം, അല്ലെങ്കിൽ നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഒരു ലോ കംപ്ലൈ ചെയ്യുക കൂടിയാണ് ചെയ്യുന്നത്. അതുമൂലം പെനാൽറ്റീസ് ആൻഡ് പ്രോസിക്യൂഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ടും സാധിക്കും. ഇനി നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാതിരുന്നാലുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ മിസ്സായി പോയാൽ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടങ്ങളാണ് വരാനായിട്ട് പോവുക, അല്ലെങ്കിൽ എന്തൊക്കെ പെനാൽറ്റികളാണ് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരിക എന്ന് കാണാം. കൃത്യസമയത്ത് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വിട്ടുപോയാൽ പിന്നീട് നിങ്ങൾ ഫയൽ ചെയ്യുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ലേറ്റ് ഫീ അടയ്ക്കേണ്ടതായിട്ട് വരും. ഇത് പലപ്പോഴും 5000 രൂപ അല്ലെങ്കിൽ 10000 രൂപ. ഈവൻ നിങ്ങൾ ബിസിനസ് നടത്തുന്ന ആളാണ്, നിങ്ങൾ ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് കറക്റ്റ് സമയത്ത് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ 1.5 ലക്ഷം രൂപ വരെ പോലും നിങ്ങൾക്ക് ഫൈൻ വരാനായിട്ട് സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ലയബിലിറ്റി. നിങ്ങൾ കൃത്യസമയത്ത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ലെങ്കിൽ പിന്നീട് ഒരു നോട്ടീസ് വന്നിട്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ ലേറ്റ് ആയിട്ട് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടതായിട്ട് വരും. പല സാഹചര്യങ്ങളിലും ടാക്സ് ലയബിലിറ്റിയേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വന്നതായി കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് 20,000 രൂപയാണ് നിങ്ങൾ കൃത്യസമയത്ത് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുള്ളത്. പക്ഷേ 25,000 30,000 രൂപ ചിലപ്പോൾ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ കൃത്യസമയത്ത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. ഇതുപോലെയുള്ള ലേറ്റ് ഫീ, ഇൻട്രസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു കാര്യമുള്ളത് പ്രോസിക്യൂഷൻ ആണ്. നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ലയബിൾ ആണ്. നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തില്ല എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ലെറ്റർ അയക്കുകയും ചെയ്തു, എന്നിട്ടും നിങ്ങൾ അതിലൊരു റെസ്പോൺസ് ഫയൽ ചെയ്യുന്നില്ല, എന്നിട്ടും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ലെങ്കിൽ സെക്ഷൻ 276 പ്രകാരം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പ്രോസിക്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അധികാരം പോലുമുണ്ട്. ഇത് സിവിയർ ആയിട്ടുള്ള പണിഷ്മെൻറ്റിലേക്കും പെനാൽറ്റിയിലേക്കും പോകാനായിട്ട് വരെ സാധ്യതകളുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രോസിക്യൂഷൻസ് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ കൃത്യസമയത്ത് തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. മറ്റൊന്നുള്ളത് ഡിസലവൻസ് ഓഫ് ലോസസ് ആണ്.
നിങ്ങൾ കൃത്യസമയത്ത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോസ് നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് പ്രത്യേകിച്ച് ഷെയർ ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. കൃത്യസമയത്ത് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു വർഷം ട്രേഡിംഗിൽ 10 ലക്ഷം രൂപ നഷ്ടമുണ്ടായി എന്ന് കരുതുക. കൃത്യസമയത്ത് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് അടുത്ത വർഷം നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലാഭമുണ്ട് എന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് ഒന്നും അടയ്ക്കേണ്ടതായിട്ട് വരില്ല. ഈ കഴിഞ്ഞ വർഷത്തെ 10 ലക്ഷം രൂപ ലോസ് നിങ്ങൾക്ക് അടുത്ത വർഷത്തെ 10 ലക്ഷം രൂപ പ്രോഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഡ്യൂ ഡേറ്റിനുള്ളിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തവർക്ക് മാത്രമാണ് ഈ ലോസ് ക്യാരി ഫോർവേഡ് ബെനിഫിറ്റ് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ലോസാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.